നമുക്ക് നമ്മുടെ മസിലുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. നാച്ചുറലി നമ്മുടെ മസിൽസിന്റെ ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജ് മേ ബി 30-35 ആണ്. ഈ സമയത്തിന് ശേഷം വീണ്ടും നമ്മൾ മസിലിനെ കെയർ ചെയ്തില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. കാരണം യൂസ് ചെയ്യാത്തതെല്ലാം നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ ജീവനുള്ള ശരീരത്തിനെ സംബന്ധിച്ച് പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ട്. കൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് കൈയുടെ മസിൽസ് ശരിക്കും ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ പവർഫുൾ ആയി അല്ലെങ്കിൽ വിസിബിൾ ആയിട്ട് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ. മേ ബി ഒരു 6 months ടൈം എടുക്കുമായിരിക്കും. അതേ സമയത്ത് നമ്മുടെ ഹേർട്ട് എത്ര കാലമായിട്ട് പണിയെടുക്കുക? ഈ ഹേർട്ടിന്റെ സൈസ് ഒന്ന് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാവും അല്ലെ. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യുക. ആ മസിൽസ് നമുക്ക് വേണ്ടിയിട്ട് ചിരിക്കും. പ്രായമുള്ളവരാണെങ്കിലും അല്ല ചെറുപ്പക്കാരാണെങ്കിലും രണ്ടുപേർക്കും ഒരുപോലെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതിന്റെ കണ്ടിന്യൂഷൻ ഇപ്പൊ സാബു സാർ പറഞ്ഞ പോലെ തന്നെ 4 pillars ഓഫ് ഹെൽത്ത് നമ്മൾ പറയാറില്ല. വിശ്രമം വേണം, വ്യായാമം വേണം, നല്ല പോഷണം വേണം, അതുപോലെ തന്നെ മാനസികമായിട്ട് നല്ലൊരു ബാലൻസ് വേണം, വെൽ ബാലൻസ്ഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ മസിലുകളെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്നു എന്നുള്ളതിന്റെ സയൻസ് ആണ് ഇന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മസിലുകളിൽ, നമ്മുടെ ഏജിങ്ങിൽ എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസം കണ്ടത് മസിൽസിനെ പറ്റിയിട്ടായിരുന്നു. മസിലാണ് നമ്മുടെ ബാക്ക് ബോൺ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്തിന് എല്ലാ പിന്തുണയും നൽകുന്നത് മസിലുകളാണെന്ന് കണ്ടു. ഒപ്പം തന്നെ കുറെ ഫൺ ഫാക്ട്സ് ഇൻക്ലൂഡിങ് 600-ലധികം മസിൽസ് ഉണ്ടെന്നും അത് ഓരോന്നും എങ്ങനെ വർക്ക് ചെയ്യുന്നെന്നും നമുക്ക് ചിരിക്കുമ്പോഴും മസിലുകളുടെ എണ്ണം കുറവേ വേണ്ടുമെന്നും എന്നാൽ നമുക്ക് ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും നെറ്റിച്ചുളിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മസിലുകൾ ആവശ്യമാണെന്നൊക്കെ നമ്മൾ ഏകദേശമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ പലതരത്തിലുള്ള മസിലുകളുണ്ട്. അതില് കാർഡിയാക് മസിൽ വരുന്നുണ്ട്, സ്കെലിറ്റൽ മസിൽ വരുന്നുണ്ട്, സ്മൂത്ത് മസിൽ വരുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ പലതരത്തിലുള്ള ഫങ്ഷൻസും കണ്ടിന്യൂ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മൂവ്മെന്റും നമ്മുടെ ശരീരത്തിനകത്ത് പല സബ്സ്റ്റൻസസിന്റെ മൂവ്മെന്റും അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റെബിലൈസേഷൻ, പോസ്ചർ, ഇങ്ങനെ ഇരിക്കാൻ പറ്റണമെങ്കിൽ, അതുപോലെ തന്നെ മൂവ് ചെയ്യാൻ പറ്റണമെങ്കിൽ, സംസാരിക്കുമ്പോൾ സൗണ്ട് വരണമെങ്കിൽ, ശ്വാസം കഴിക്കാൻ പറ്റണം, ഇങ്ങനെ പല ഫാക്ടേഴ്സും നമുക്ക് ഇതിനെ കൊണ്ട് ഗുണമായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് പല ക്വാളിറ്റീസും അവൈലബിൾ ആണ്. മസിലുകൾക്ക് ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പോസിബിൾ ആവുള്ളൂ. പെർട്ടിക്കുലർലി എക്സൈറ്റ്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മസിൽസ് എക്സൈറ്റ് ആയിട്ട് അതിൽ പ്രവർത്തിക്കാൻ പറ്റണം, എക്സ്റ്റെൻസ് ചെയ്യാൻ പറ്റണം, സ്ട്രെച്ച് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ കോൺട്രാക്ഷൻ ഉണ്ടാവണം, ചുരുങ്ങാൻ പറ്റണം, അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി, എവിടുന്നാണോ നമ്മൾ സ്ട്രെച്ച് ആയത് തിരിച്ച് അവിടത്തേക്ക് തന്നെ വരാൻ പറ്റുന്ന ഒരു എലാസ്റ്റിക് സ്വഭാവം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള സിറ്റുവേഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ബേസിക്കലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ഗുണങ്ങളാണ് പറയാൻ പറ്റുക. ഒന്ന് സ്ട്രെങ്ത് ഉണ്ടാവും, ബലം ഉണ്ടാവും, എൻഡുറൻസ് ഉണ്ടാവും, ശക്തി ഉണ്ടാവും. എൻഡുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രീതിയിൽ തന്നെ കൂടുതൽ നേരം നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നതിനെയാണ് എൻഡുറൻസ് എന്ന് പറയുക. അതുപോലെ എങ്ങനെ മസിൽസ് വർക്ക് ചെയ്യുന്നു, അതിൽ കാൽസ്യത്തിന്റെ റോൾ എന്താണ്, നമ്മുടെ മുഖത്തെ ചുളിവും നരയും അല്ലെങ്കിൽ മുടിയിലെ നരയും ഒക്കെ നോക്കിയിട്ട് മാത്രമല്ല ഏജിങ് പറയേണ്ടത്, നമ്മുടെ മസിൽസിന്റെ അളവ് കൂടി അതിൽ ഒരു ഭാഗം വരുന്നുണ്ട് എന്നുള്ളത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. സോ എന്താണ് നമുക്ക് നമ്മുടെ മസിലുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മുടെ മസിലുകൾ പൊതുവെ ഈ സ്ട്രെച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്നതോ ഒക്കെ നമ്മളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ്. ജസ്റ്റ് ഒന്ന് തീയുടെ അടുത്തേക്ക് നമ്മുടെ കൈ പോയി കഴിഞ്ഞാൽ, അറിയാതെ പോയാൽ പോലും നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് തന്നെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാനൊന്നും സമയമില്ല, അതിനു മുമ്പ് തന്നെ നമ്മളൊന്ന് വലിക്കില്ലേ, കൈ പിന്നോട്ട് വലിക്കും. എങ്ങനെ വലിയുന്നത്? അതിന് 2 തരത്തിലുള്ള ന്യൂറോൺസ് അല്ലെങ്കിൽ 2 തരത്തിലുള്ള നാഡീവ്യവസ്ഥകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ സെൻസ് ഓർഗൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ചൂട് കൊണ്ടു, ഈ ചൂടിനെ നമ്മുടെ സെൻസറി ന്യൂറോൺസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് സെൻസ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂറോൺസ് വർക്ക് ചെയ്തിട്ട് അത് മോട്ടോർ ന്യൂറോൺസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ കൈ പെട്ടെന്ന് പിന്നോട്ട് വലിയുന്നത്. സോ ഇത്തരം ടെൻഷൻ, അവിടെ മസിൽസ് ടെൻഷൻ ആവുന്നത് കൊണ്ടാണ് പെട്ടെന്ന് നമുക്കത് പിന്നോട്ട് വലിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത്തരം ടെൻഷൻ പൊതുവെ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഈ പ്രൊട്ടക്ഷൻ ശരിക്കും പറഞ്ഞാൽ റിഫ്ലക്സ് ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രൊട്ടക്ഷൻ അതേ സമയത്ത് തന്നെ കൂടുതൽ നേരം നിലനിൽക്കുകയാണെങ്കിൽ, കൂടുതൽ നേരം സ്ട്രെസ് നിലനിൽക്കുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്.
സോ എങ്ങനെയാണ് അങ്ങനെ ഒരു ഫിസിയോളജിക്കൽ സ്ട്രെസ് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു വേദന വരാം, പെട്ടെന്നുള്ള നമ്മുടെ ആക്ഷൻ മൂലം മസിൽ ടെൻഷൻ കൂടും. ഈ ടെൻഷൻ അങ്ങോട്ടേക്കുള്ള സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കും. അങ്ങനെ കുറയുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ മൂവ്മെന്റിനെ, പിന്നീടുള്ള മൂവ്മെന്റ് ചലനത്തിനെ സ്വാധീനിക്കും. അത് അവിടെ കുറവ് ചലനം മാത്രമേ പിന്നീട് നൽകുന്നുള്ളൂ. അത് ഇൻടേൺ നമുക്കൊരു വേദനയായിട്ടും അനുഭവപ്പെടാം. ഇത് പിന്നീട് എഗെയിൻ കൂടുതൽ മസിൽ ടെൻഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. സാധാരണ ഫിസിയോതെറാപ്പിയിലോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ കാലുവേദന ഉണ്ടെങ്കിലോ ഒക്കെ നമ്മൾ എന്താ പറയുന്നത്, ഒന്ന് ചെറുതായിട്ടൊന്ന് നടന്ന് തുടങ്ങണം, അല്ലെങ്കിൽ അവിടുന്ന് വേണം നമുക്ക് പെയിന് റിക്കവറി ചെയ്യാൻ, വേദന ഇല്ലാതാവാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പൊതുവെ നമ്മൾ പറയാറ് അല്ലെ. അങ്ങനെ ആ ഒരു ടെൻഷൻ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ ആ വേദന സഹിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും വേദന എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് ഈ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ റിപ്പയർ ആക്ടിവിറ്റിയും കൂടുതൽ നന്നായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ് തരുന്നത്. സോ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് വീക്ക് മസിൽസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ വീക്ക് മസിൽ കൊണ്ട് ശരീരത്തിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ? മസിലിന് സ്ട്രെങ്ത് വേണം, നേരത്തെ സൂചിപ്പിച്ചു. പക്ഷെ ഈ സ്ട്രെങ്ത് വേണ്ട രീതിയിൽ ഇല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് പൊതുവെ അങ്ങ് കുറഞ്ഞു പോവല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ കുറഞ്ഞു പോകുമ്പോഴുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ഫാറ്റിഗ്, അല്ലെങ്കിൽ ആക്ടിവിറ്റി കുറഞ്ഞു വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ പോസ്ചർ ശരിയായ രീതിയിൽ ഇല്ലാത്തതും. നമ്മുടെ ശരീരം എങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ അന്നേരം ചെയ്യാൻ പറ്റാതെ ആവും. കാരണം നമുക്ക് നടുവേദനയോ അല്ലെങ്കിൽ മറ്റ് മസിൽ പെയിനുകളോ ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് തെറ്റിയിട്ട് ചിലപ്പോൾ വീഴാൻ ഉള്ള സാധ്യതകൾ കൂടും. മസിലിന് സ്ട്രെങ്ത് വേണ്ടത്ര കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻഡുറൻസ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ മെറ്റബോളിസം ശരിയായിട്ട് നടക്കില്ല. മെറ്റബോളിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഈവൻ നമ്മുടെ മസിലുകൾ ഗ്ലൈക്കോജൻ സ്റ്റോറേജുകളാണ്, അവിടെ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ എനർജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈവൻ കഴിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഈവൻ നമ്മൾ കുറച്ചു നേരം കൂടുതൽ പണിയെടുക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ ഗ്ലൈക്കോജൻ ആണ് കൺവേർട്ട് ചെയ്തിട്ട് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അത്തരം മെറ്റബോളിസം കറക്റ്റ് ആയിട്ട് നടക്കാത്തതുകൊണ്ട് മസിലിന്റെ അളവ് കുറഞ്ഞില്ലേ, അപ്പോൾ അവിടെ മെറ്റബോളിസം കറക്റ്റ് ആയിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അത് വെയിറ്റ് കൂടാനുള്ള ഒരു കാരണമാവും. കാരണം ഗ്ലൈക്കോജൻ യൂസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ലിവർ അതിനെ എന്താക്കിയിട്ട് മാറ്റും, യൂസ് ചെയ്യാത്ത ഗ്ലൈക്കോജൻ പുതുതായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ ലിവറിൽ അത് ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്ലൈക്കോജൻ തിരിച്ച് വീണ്ടും അതിനെ ഫാറ്റിലേക്ക് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ അത് സ്റ്റോറേജിലേക്ക് പോകും. അപ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം, സ്റ്റാമിന കുറയും, അതുപോലെ തന്നെ സ്ട്രെങ്ത്തും കുറയും. സോ ഇത് പലപ്പോഴും നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. നമ്മൾ നേരത്തെ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്തത് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ഒരു സംശയം പലപ്പോഴും തോന്നുന്നു, പ്രത്യേകിച്ചും പ്രായം കൂടുന്നതിനനുസരിച്ച്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മസിൽസ് അതിന്റെ സ്ട്രെങ്ത് കുറയുക, അല്ലെങ്കിൽ അതിന്റെ സൈസ് കുറയുക, അതല്ലെങ്കിൽ അതിന് എൻഡുറൻസ് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഇൻക്ലൂഡിങ് ഓൾഡ് ഏജ് റിലേറ്റഡ് ആയിട്ട് ഒരു 50 ഇയേഴ്സിന് ശേഷം ഒക്കെ ആണെങ്കിൽ സാർക്കോപീനിയ പോലെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഈവൻ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്, MD. ഇതിൽ ഈ സാർക്കോപീനിയ വളരെ കോമൺ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രായം കൂടുമ്പോൾ നമ്മുടെ ശക്തി കുറയുക എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വരുന്നത് ഈ സാർക്കോപീനിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാവും. അവിടെ ഈവൻ മസിലുകൾ മാത്രമല്ല എല്ലുകളുമായിട്ടുള്ള വ്യത്യാസവും അവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം എല്ലുകളുടെ സ്ട്രെങ്ത് കുറയും, കാൽസ്യം ഡെപ്പോസിറ്റ്സ് കുറയും, കാൽസ്യം അയോൺസിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് മസിലിനുള്ള സ്ട്രെച്ചബിലിറ്റിയും കോൺട്രാക്ഷനും ഒക്കെ വ്യത്യാസം വരും. ഇതൊക്കെയാണ് പൊതുവെ നടക്കുന്നത്. ഇതിന്റെ ഒരു ചെറിയ പിക്ചറൈസേഷൻ ആണ് ഇവിടെ യങ് മസിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഏജ്ഡ് മസിൽ, ആരോഗ്യത്തോടെ ഇരിക്കുന്ന പ്രായമുള്ള മസിൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല സ്ട്രക്ചറോട് കൂടിയിട്ടാണ് ഉണ്ടാവുകയെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ളതിന്റെ സ്ട്രക്ചർ അത്ര തന്നെ നല്ല രീതിയിലായിരിക്കില്ല. പെർട്ടിക്കുലർലി ബിക്കോസ് നമ്മുടെ മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ പവർ ഹൗസ് ഓഫ് ദ സെൽ, ഒരു കോശത്തിന്റെ പവർ ഹൗസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സോ എന്താണ് ഈ മസിൽ ലോസ് റിയൽ ആണെന്ന് പറയാൻ കാരണം? എല്ലാവർക്കും ഉണ്ടാവും, ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും. നാച്ചുറലി നമ്മുടെ മസിൽസിന്റെ ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജ് മേ ബി 30-35 ആണ്. ഈ സമയത്തിന് ശേഷം വീണ്ടും നമ്മൾ മസിലിനെ കെയർ ചെയ്തില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. ഓക്കെ, സോ യങ്സ്റ്റേഴ്സിന് പൊതുവെ തന്നെ മസിൽസ് ഗ്രോ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി അവരുടെ ഉള്ളിൽ തന്നെയുള്ള പല ഹോർമോണൽ ആക്ഷൻസ് കൊണ്ടുണ്ട്. പക്ഷെ മറ്റ് പ്രായം കൂടുന്നതിനനുസരിച്ച് അതൊരു ഡിക്ലൈനിലേക്ക് പോകും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ സെഡൻഡറി ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ നേരം ഇരുന്നു കൊണ്ടുള്ള, കൂടുതൽ നേരം നമ്മൾ ആക്റ്റീവ് അല്ലാത്ത, കൂടുതൽ നേരം സ്ട്രെങ്ത് ഉപയോഗിച്ച് പണിയെടുക്കാത്ത ജോലിയിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി മസിൽ ബ്രേക്ക് ഡൗൺ കൂടും. കാരണം യൂസ് ചെയ്യാത്തതെല്ലാം നമ്മുടെ ശരീരത്തിന്, അല്ലെങ്കിൽ ജീവനുള്ള ശരീരത്തിനെ സംബന്ധിച്ച് പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പലതരത്തിലുള്ളതും ഉണ്ട്. അതിൽ പ്രമേഹം ആയിക്കോട്ടെ, അല്ലെങ്കിൽ BP റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള
പെർട്ടിക്കുലർലി മെറ്റബോളിക് സിൻഡ്രോമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മസിൽ ലോസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ മസിൽ ബ്രേക്ക് ഡൗൺ, മസിലിന്റെ വീക്ക്നെസ് നമുക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ശരിയായ സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ല മൂവ്മെന്റ് ഉണ്ടാവണം, അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷൻ പോഷണം ഉണ്ടാവണം, അതുപോലെ തന്നെ നല്ലപോലെ വിശ്രമം, ഉറക്കം ആവശ്യമാണ്. പലതരത്തിലുള്ള ഹോർമോണുകൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ഹോർമോണുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്. പ്രത്യേകിച്ച് ഇത് മെയിലാണ് കൂടുതൽ അളവിലുള്ളത്, സ്ത്രീകളിൽ ഇത് കുറവേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിലും ഉണ്ട്. ഓക്കെ, സോ അത് പ്രോട്ടീൻ സിന്തസിസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ബേസിക്കലി. അതുകൊണ്ട് തന്നെ മസിൽസിന്റെ ഡെവലപ്മെന്റ് അവിടെ കൂടുതലുണ്ടാവും. സ്ത്രീകളിൽ പൊതുവെ മസിൽസ് കുറയാനുള്ള ഒരു റീസൺ ഇതാണ്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് മറ്റ് ആൻഡ്രോജൻ ഹോർമോൺസിന്റെ കൂടി പങ്കുണ്ട്. ഗ്രോത്ത് ഹോർമോൺ സാധാരണഗതിയിൽ നമ്മുടെ റീജനറേഷൻ ഓഫ് മസിൽസ് അല്ലെങ്കിൽ മസിലെ പുനരുൽപാദനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അത് ഫാറ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫാറ്റ് പൊതുവെ ശരീരത്തിലുള്ളതിന്റെ അളവ് കുറക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മസിൽസിന്റെ റിക്കവറിയും റിപ്പയറും കൂടുതൽ ഫാസ്റ്റ് ആക്കുകയും ചെയ്യും. IGF-1 ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നതാണ് IGF. ഈ IGF പൊതുവെ ഗ്രോത്ത് ഹോർമോണിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഇൻസുലിൻ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലെ ഷുഗറും മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ ഹോർമോൺ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടുക. അല്ലെങ്കിൽ ഗ്ലൂക്കോസും ഓക്സിജനും ഒക്കെ പല ഫ്ലോ ആയിട്ട് മീൻസ് ബ്ലഡിൽ കൂടി ഒഴുകുക. ഈ ഇൻസുലിൻ തന്നെ പ്രോട്ടീനിനെ കോശങ്ങൾക്കകത്തേക്ക് എത്തിക്കുകയും പ്രോട്ടീൻ സ്റ്റോറേജിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. കാരണം പ്രോട്ടീൻ അവിടെ കൺവേർട്ട് ചെയ്തിട്ട് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നില്ല. ഗ്ലൂക്കോസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ പിന്നൊരു ഹോർമോണാണ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ നമ്മുടെ എനർജി യൂസേജിനും അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. നോർ അഡ്രിനാലിനും ഉണ്ട്. അപ്പൊ ഇത്തരം ഹോർമോണുകളാണ് നമ്മുടെ മസിലിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ഹോർമോണുകൾ. അതേസമയം നമ്മുടെ ശരീരത്തിലെ തന്നെ ചില ഹോർമോണുകൾ മസിലിന് എഗെയിൻസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിലിന്റെ സ്ട്രെങ്ത്തിനും അതിന്റെ ഗ്രോത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട്. എങ്ങനെയാണ്? അതിൽ ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ ഞാൻ പറയാം, മയോസ്റ്റാറ്റിൻ ആണ്. മയോസ്റ്റാറ്റിൻ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ നേരം നിങ്ങളുടെ കൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് കൈയുടെ മസിൽസ് ശരിക്കും ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ പവർഫുൾ ആയി അല്ലെങ്കിൽ വിസിബിൾ ആയിട്ട് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ? മേ ബി ഒരു 6 months ടൈം എടുക്കുമായിരിക്കും. അതേ സമയത്ത് നമ്മുടെ ഹേർട്ട് എത്ര കാലമായിട്ട് പണിയെടുക്കുക? ഈ ഹേർട്ടിന്റെ സൈസ് ഒന്ന് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാവും അല്ലെ? അതുപോലെ തന്നെ കണ്ണ്, എത്ര പ്രാവശ്യമാണ് കണ്ണിന് ചലനം വരുന്നത്? ഇങ്ങനെയുള്ള ഓർഗൻസ് അല്ലെങ്കിൽ ഈവൻ ബൈസെപ്സ് ആണെങ്കിൽ പോലും ഒരു പെർട്ടിക്കുലർ ലിമിറ്റിന് ശേഷം ഗ്രോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹോർമോണാണ് മയോസ്റ്റാറ്റിൻ. അത് ശരിയായ അളവിലാണെങ്കിൽ ശരീരത്തിന് വളരെ നല്ലതാണ്. പക്ഷേ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ നോർമൽ സ്കെലിറ്റൽ മസിൽസിനെ അത് ബാധിക്കും. അത് നമുക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സമയം കൂടുതൽ എടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഹോർമോണൽ കറക്ഷൻസിലേക്ക് പോകേണ്ടി വരും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. കോർട്ടിസോളിന്റെ പ്രത്യേകത എന്താ? നമുക്ക് സ്ട്രെസ് വരുന്ന സമയത്താണ് കോർട്ടിസോൾ വരുന്നത്. അതല്ലെങ്കിൽ രാവിലത്തെ സമയമാകുമ്പോൾ ഡേ ടൈമിലാണ് കോർട്ടിസോളിന്റെ ഉത്പാദനം കൂടുതൽ. കാരണം നമ്മുടെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കോർട്ടിസോൾ വേണം. കോർട്ടിസോൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കൂടും. അപ്പൊ ഈ ഷുഗറിന്റെ യൂസേജ് ശരിക്കും എനർജി പ്രൊഡക്ഷൻ അങ്ങനെയല്ലേ, ഷുഗർ യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിന്റെ അളവ് എപ്പോഴും കൂടി നിൽക്കുമ്പോൾ ഷുഗറിന്റെ അളവ് അവിടെ കൂടുതൽ വേണ്ടി വരും. അതൊരു പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് എത്തിച്ചേക്കാം. അതുപോലെ തന്നെ ആ വേണ്ട രീതിയിൽ നമ്മുടെ ഭക്ഷണം പോകുന്നില്ലെങ്കിൽ അത് മസിൽസിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. പ്രോട്ടീൻ അമിനോ ആസിഡായി വേർതിരിഞ്ഞ് അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകും, ബ്ലഡ് ഗ്ലൂക്കോസ്. ഇതാണ് ഈ കോർട്ടിസോളിന്റെ ഒരു പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. പെർട്ടിക്കുലർലി T3 T4 ആണ് വരുന്നത്. T4ൽ നിന്ന് T3ലേക്ക് കൺവേർഷൻ ആവും. T3 ആക്റ്റീവ് T3 ഫോമിലേക്ക് എത്തും. ഈ ആക്റ്റീവ് T3 ഹോർമോണിന്റെ അളവ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിസം വളരെ കൂടും. ഈ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് എനർജിയുടെ യൂട്ടിലൈസേഷൻ വളരെ കൂടുതൽ വേണ്ടിവരും. എനർജി കൂടുതൽ വേണ്ടിവരും. ആ എനർജി വേണ്ടത്ര അളവിൽ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലെ മറ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള പോർഷൻസ് ലൈക്ക് മസിൽസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് നമുക്ക് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് ഈ 3 ഹോർമോണുകളും
മസിൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ഫോർ പില്ലേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സസൈസും മസിലും എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് നോക്കാം. സാധാരണഗതിയിൽ മസിൽസിന് സ്ട്രെസ് വരുന്ന സമയത്താണ് മസിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഈ മസിൽ സ്ട്രെസ് പല 2-3 ഹോർമോണുകളെ എഫക്ട് ചെയ്യുന്നതെന്ന് മാത്രമല്ല, അവിടെ കൂടുതൽ എനർജി കൊണ്ടു ചെല്ലാനും സഹായിക്കും. അത് അവിടെ മസിൽസിന്റെ അളവ് കൂട്ടാനും സ്ട്രെങ്ത് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ചെറിയ ഭാരം എടുക്കുന്ന ഒരാള് സ്ലോലി ഭാരം ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ആ സ്ട്രെസ് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ സ്ട്രെങ്ത് അവിടെ കൂടും, മസിൽ സ്ട്രെങ്ത് കൂടും. രണ്ടാമത്തത് മസിൽ ചെറിയ മൈനർ ടിയർ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ മൈനർ ക്രാക്ക് വരുന്ന സമയത്ത് അവിടെ ഇൻഫ്ലമേഷൻ കൂടും, തീർച്ചയായിട്ടും സ്വെല്ലിംഗ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, ആ ഭാഗത്തുള്ള ഇമ്മ്യൂണിറ്റി കൂടുതലാവാൻ വേണ്ടിയിട്ട് ശരീരം ഓട്ടോമാറ്റിക്കലി പ്രവർത്തനം തുടങ്ങും. ഈ പ്രവർത്തനം രണ്ടും മസിൽ ഗ്രോത്തിന് സഹായിക്കും. മൂന്നാമത്തെ ഒരു കാരണമാണ് മെറ്റബോളിക് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മുടെ മസിൽ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ട് അവിടെയുള്ള എനർജി കൂടുതൽ യൂട്ടിലൈസേഷൻ ആയി. അപ്പോഴെന്ത് വേണം? അവിടെ കൂടുതൽ എനർജി വേണം. ഇവിടെ കൂടുതൽ എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഗെയിൻ ഗ്ലൈക്കോജനോ അല്ലെങ്കിൽ ഗ്ലൂക്കോസോ കൂടുതലായിട്ട് ആ ഭാഗത്തേക്ക്, മസിലിന്റെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടാവും. അത് കൂടുതൽ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ഇതും നമ്മുടെ മസിലിന്റെ സൈസ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും. ഓക്കെ, സോ എങ്ങനെയാണ് നോർമലി ഒരു എക്സസൈസ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടുള്ള എക്സസൈസ് ആണെങ്കിൽ ആ പെർഫോമൻസ് വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാടൊന്നും യൂസ്ഫുൾ ആവില്ല. അതേസമയത്ത് ഒരു ഓപ്റ്റിമൽ ലെവലിലുള്ള എക്സസൈസ് ശരീരത്തിന് എപ്പോഴും കൂടാണ്. നമ്മൾ വളരെ കൂടുതലായിട്ട് സ്ട്രെനുവസ് ആയിട്ടുള്ള എക്സസൈസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ സ്ട്രെസ് കൂടും, നമ്മുടെ ശരീരത്തിന്റെ പെർഫോമൻസിനെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് നമ്മുടെ ഉറക്കം എങ്ങനെയാണ് ശരീരത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ പിക്ചറിൽ എക്സ്പ്രഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഉറക്കമാണ് ശരിയായ രീതിയിലുള്ള റിപ്പയർ ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നത്. ആ സമയത്താണ് നേരത്തെ പറഞ്ഞ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ടിയേഴ്സ്, മസിൽ ടിയേഴ്സ് ഉണ്ടല്ലോ, ആ ടിയേഴ്സ് ക്ലിയർ ആവുന്നതും അവിടെ എന്താ പറയാ, നമുക്ക് ഒരു പക്ഷെ മരുന്ന് വെച്ച്, നമ്മൾ മുറിവിന് മരുന്ന് വെച്ച് കിട്ടുക പറയില്ലേ, അതുപോലുള്ള ഒരു പ്രോസസ് ഒക്കെ നടക്കുന്നത് പൊതുവെ ആ സമയത്താണ്. അത് തന്നെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റും മസിലുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 8.5 മണിക്കൂർ ഉറങ്ങിയ ആളുടെ 55% ഫാറ്റ് കൂടുതലാണ് പോയത്. അത് കൂടാതെ മസിൽസ് ആണെങ്കിൽ റിസർവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ഉറക്കത്തിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. നല്ലപോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് എന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ ഹോർമോണുകളെ ഒന്ന് ബാലൻസ് ചെയ്യും. കോർട്ടിസോളിന്റെ അളവ് നമുക്ക് സ്ലീപ്പ് നല്ല രീതിയിൽ കിട്ടിയില്ലെങ്കിൽ കോർട്ടിസോളിന്റെ അളവ് കൂടും. സ്ലീപ്പ് ഡിപ്രവേഷൻ എന്ന് പറയും, വേണ്ടത്ര അളവിലുള്ള ഉറക്കം കിട്ടാത്ത അവസ്ഥ. അത് നമ്മുടെ കോർട്ടിസോളിന് കൂട്ടും. ഈ കോർട്ടിസോൾ മസിൽ ബ്രേക്ക് ഡൗൺ ആവാൻ കാരണമാവും. അതുപോലെ തന്നെ GH ഹോർമോണും ടെസ്റ്റോസ്റ്റെറോണും അളവ് കുറക്കും, IGF-ഉം കുറക്കും. ഇത് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഗ്രോത്ത് നിൽക്കും, മസിൽ ബിൽഡിംഗ് നടക്കില്ല. അതുപോലെ തന്നെ ഈ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് ഇഞ്ചുറി കൂടാനുള്ള സാധ്യതയുണ്ട്. പലതരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് പലപ്പോഴും തെറ്റിപ്പോവും. അത് മെന്റൽ ആൻഡ് ഫിസിക്കൽ ബാലൻസ് എന്ന് പറയാം. മോട്ടോർ കോർഡിനേഷൻ കറക്റ്റ് ആയിട്ട്, ന്യൂറോ മോട്ടോർ കോർഡിനേഷൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. അത് റിസ്ക് ഓഫ് ഇഞ്ചുറിയിലേക്കും എത്തിക്കും. തീർച്ചയായിട്ടും ഇത് ബുദ്ധിമുട്ടാകും. സോ ഓൾറെഡി മസിൽസിന്റെ ഗ്രോത്ത് കുറവായിരുന്നു, ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യാം. സോ ഗ്രോത്ത് ഹോർമോൺ സാധാരണഗതിയിൽ കൂടുതൽ റിലീസ് ആവുന്ന ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട് ഉറക്കത്തില്. അത് ഡീപ് സ്ലീപ്പിന്റെ സമയത്താണ്. അഗൈൻ ഇതിന്റെ സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് ഒക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ വേറൊരു സെഷനിലുണ്ട്. സോ അതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. ബട്ട് NREM സ്റ്റേജിലാണ് നമുക്ക് കൂടുതൽ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ആവുന്നത്. സോ അതും നമ്മുടെ മസിൽ ബിൽഡിങ്ങും തമ്മിൽ ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. മറ്റൊന്നാണ് സ്ട്രെസ്. നേരത്തെ ഫിസിക്കൽ സ്ട്രെസ്സിനെ പറ്റി കുറച്ച് കണ്ടു അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ഇമോഷണൽ വെൽബീയിങ്. ഈ ഇമോഷണൽ വെൽബീയിങ് കറക്റ്റ് അല്ലെങ്കിൽ സ്ട്രെസ് കൂടുകയാണെങ്കിൽ, ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കും. അവയവങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ അതൊക്കെ എന്താ? മസിൽസ് ആണ്. സോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ സൈക്കോളജിക്കൽ സ്ട്രെസ്സിനെ ശരിയായ രീതിയിൽ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ശരിക്കും അതിന്റെ സ്ട്രെസ് സൈക്കിൾ എന്ന് പറയുന്നത് മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവും. ഈ മസിൽ കോൺട്രാക്ഷൻ ന്യൂറോളജിക്കൽ ആക്ടിവിറ്റിയെ കൂട്ടും. ഈ ന്യൂറോളജിക്കൽ ആക്ടിവിറ്റി സർക്കുലേഷനെ കുറക്കും, കോർട്ടിസോളിന്റെ അളവ് കൂടും, ഓട്ടോമാറ്റിക്കലി ടോക്സിൻസ് ഉണ്ടാവും. ഈ ടോക്സിൻസ് കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് എന്താണ്? അവിടെ റിപ്പയറിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് എത്തുന്നത് കുറയും. പോരാത്തതിന് അവിടെ ഉണ്ടാവുന്ന ടോക്സിൻസിന്റെ അളവ്
പുറത്തേക്ക് കളയുന്നത് കുറയും. ഈ രണ്ട് പ്രശ്നങ്ങളും അവിടെ നടക്കും. അതുകൊണ്ട് തന്നെ പെയിൻ, ഇമ്മ്യൂണിറ്റി കുറയുക, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അഗൈൻ ഇത് പലതരത്തിലുള്ള മറ്റ് ഹെൽത്ത് ഇഷ്യൂസിലേക്ക് എത്തിക്കുകയും ചെയ്യും. സോ സ്ട്രെസ്, സൈക്കോളജിക്കൽ സ്ട്രെസ് പെർട്ടിക്കുലർലി നമ്മൾ മൈൻഡ് ചെയ്യണം. ഓക്കെ, 30 മിനിറ്റ് സാധാരണഗതിയിൽ ഒരു എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡീപ് ബ്രീത്ത് എക്സസൈസും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും പ്രോഗ്രസീവ് ആയിട്ടുള്ള മസിൽ റിലാക്സേഷൻ ടെക്നിക്കും ഒക്കെ നമ്മളെ ശരീരത്തിനെ സംബന്ധിച്ചും മസിലുകളെ സംബന്ധിച്ചും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ യോഗയും നമുക്ക് യൂസ് ചെയ്യാം, വിഷ്വലൈസേഷനും യൂസ് ചെയ്യാം. വിഷ്വലൈസേഷൻ യൂസ് ചെയ്യാമെന്ന് ഞാൻ ഇവിടെ പറഞ്ഞാലും വിഷ്വലൈസേഷൻ മുഖേന നമ്മൾ വലിയ മസിൽ ഉണ്ട് എന്ന് ഉള്ളതല്ല നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മസിൽസ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതി അതാണ്. ആ ശരിയായ രീതിയിൽ നമ്മുടെ ശരീരം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല. നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള ന്യൂട്രിയൻസും ആവശ്യമുണ്ടെന്ന് നേരത്തെ പറഞ്ഞു അല്ലെ? ഈ ന്യൂട്രിയൻസിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് മാത്രം ഞാൻ ഇവിടെ എടുത്തിട്ട് കാണിക്കുകയാണ്. ഒന്ന് പ്രോട്ടീൻ ആണ്. പ്രോട്ടീനിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് തരത്തിലുള്ളതാണ് എപ്പോഴും നല്ലത്. അതും പ്ലാന്റ് ബേസ് ആയിട്ടുള്ളതാണെങ്കിൽ വളരെ നല്ലത്. എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ തന്നെ മസിലുകളെ സംബന്ധിച്ച് ഒരു BCAA എന്ന് പറഞ്ഞ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. അതിൽ ല്യൂസിൻ, ഐസോല്യൂസിൻ, വാലൈൻ ഈ 3 അമിനോ ആസിഡ് ആണ് പെർട്ടിക്കുലർലി വരിക. ഇതൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൽ കൂടി തന്നെ ഇത് ഉണ്ടാവണം, അല്ലാതെ നമ്മുടെ ശരീരം ഈ അമിനോ ആസിഡുകൾ ഉണ്ടാക്കുന്നില്ല. കാൽസ്യം പെർട്ടിക്കുലർലി നമ്മുടെ ബോൺ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യും. അത് കൂടാതെ മസിൽ സ്ട്രെങ്ത്തിനെ സപ്പോർട്ട് ചെയ്യും. എല്ലുകൾ ഇല്ലെങ്കിൽ മസിലിന് വലിയ സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല. സോ മസിൽ സ്ട്രെങ്ത്തിനെ സപ്പോർട്ട് ചെയ്യും. അത് കൂടാതെ മസിൽ കോൺട്രാക്ഷന് വേണ്ടിയിട്ട് ഇത് ആവശ്യമുണ്ട്. ഈവൻ അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് ഒരു മെസഞ്ചർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. മാഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ NREM സ്റ്റേജ് കൂടുതൽ നേരം ഉണ്ടാവും. GH ഹോർമോണിന്റെ അളവ് കൂടും. മസിൽ റിലാക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. മസിൽ കോൺട്രാക്ഷന് കാൽസ്യം ആണെങ്കിൽ മാഗ്നീഷ്യം മസിൽ റിലാക്സേഷനും മസിൽ റിപ്പയറിനും ഹെൽപ്പ് ചെയ്യും. അയൺ, ഇരുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ ഇരുമ്പിന്റെ സ്ട്രെങ്ത് കൊണ്ടല്ല, ഓക്സിജനേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജന്റെ അളവ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിന്റെ ഒരു പ്രധാന പാർട്ട് ഹീമാണ്. ഹീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ആണ്. അതുപോലെ നമ്മുടെ മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഡി നമ്മുടെ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട്, വൈറ്റമിൻ ഡി ബേസിക്കലി ഒരു കൊളസ്ട്രോൾ ആണ്. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആണ്. സോ നോർമലി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റെറോൺ എന്ന കൊളസ്ട്രോളിൽ നിന്ന് അല്ലെങ്കിൽ അതുണ്ടാക്കാൻ ആവശ്യമായ സ്റ്റെറോളിൽ നിന്ന് നമ്മുടെ വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ശരീരം ശ്രമിക്കും. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഹോർമോണുകളും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ ഈസ്ട്രജനും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ജെനിറ്റൽ ഹോർമോൺസ് പെർട്ടിക്കുലർലി ഈ ഒരു കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇത്തരം ജെനിറ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. മീൻസ് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, അതൊരു ആഡ് ഓൺ ആയിട്ട് പറഞ്ഞു മാത്രം. സോ മസിൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റെറോൺ ആണ്. അത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഈ ടെസ്റ്റോസ്റ്റെറോൺ കൂടുതൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ സഹായിക്കും. പൊട്ടാസ്യം ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ക്രാമ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മസിൽ ക്രാംസ് ഇല്ലേ, അല്ലെങ്കിൽ മസിൽ സ്പാസം പോലെയുള്ള പ്രശ്നങ്ങൾ കുറയും. വൈറ്റമിൻ ഡിക്ക് മറ്റൊരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ്. ഈ ഇമ്മ്യൂണോ മോഡുലേറ്ററിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ. നേരത്തെ മസിലിന് ടീർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇമ്മ്യൂണിറ്റി അവിടെ കുറയും. അപ്പൊ ഇമ്മ്യൂൺ ഫംഗ്ഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ശ്രദ്ധിക്കും. സോ ആ ഒരു ഇഷ്യൂ ഇവിടെ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്റർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നടക്കും. കാർബോഹൈഡ്രേറ്റ്സ് തീർച്ചയായിട്ടും നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ റിപ്പയർ നടക്കാൻ വേണ്ടിയിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ടും ആവശ്യമുണ്ട്. വൈറ്റമിൻ B12 നമ്മുടെ RBCയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ബി. ഈ വെള്ളം നല്ലപോലെ കുടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചായ, കാപ്പി അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് അല്ല ഉദ്ദേശിക്കുന്നത്, വെള്ളം തന്നെയാണ്. നല്ല ഒരു എക്സസൈസിന് ശേഷം അല്ലെങ്കിൽ എക്സസൈസിന് തൊട്ട് മുമ്പ്, അതൊരു പക്ഷേ എക്സസൈസ് ആയിക്കോട്ടെ, ഓട്ടം പോലെയുള്ളതായിക്കോട്ടെ, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചായ, കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അത് ഡീഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് കൂടി തരുന്നുണ്ട് ശരീരത്തിൽ. അതുകൂടാതെ അത് ഹൈ കലോറി അല്ലെങ്കിൽ ഒരു ഷുഗർ പീക്ക് കൊടുക്കുകയും ചെയ്യും. ഇത് ഒരു പക്ഷേ ശരീരത്തിന് ഗുണകരമാവില്ല. സ്ട്രെച്ചിങ്, റിലാക്സേഷൻ ആൻഡ് ആഡിക്വേറ്റ് ചെയ്യും. ഒരു നല്ല എക്സസൈസിന് ശേഷം, വർക്കൗട്ടിന് ശേഷം നോർമലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്ട്രെച്ച് ചെയ്യണം. അതുപോലെ തന്നെ റിലാക്സേഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഉറക്കം ആവശ്യമാണ്. ഈ സ്ട്രെച്ചിങ്ങും റിലാക്സേഷനും അപ്പോൾ തന്നെ മസിലിനെ ഒന്ന് നോർമൽ ആക്കുകയും ചെയ്യും. നല്ലപോലെ ഉറക്കം കിട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ
റിപ്പയർ പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. പലതരത്തിലുള്ള സപ്ലിമെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാം ഈ മസിൽസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് വേ പ്രോട്ടീൻ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കാൽസ്യം, വൈറ്റമിൻ ഡി, മാഗ്നീഷ്യം പോലെയുള്ള സപ്ലിമെന്റ്സ് ഒക്കെ നമുക്കത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുക. സ്ഥിരതയോട് കൂടിയിട്ട് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് മാത്രമേ നമ്മുടെ മസിൽസിന് ഗുണകരമാവുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ ഒരാഴ്ച വെയിറ്റ് എടുത്ത് ട്രെയിൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്റെ മസിൽ ഒന്നും വളർന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഇനി എക്സസൈസ് ചെയ്യുന്നില്ല എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ അത് ശരിക്കും മസിലിന് ഒട്ടും ഗുണകരമാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് കാലം ചെയ്യുന്ന ഒരു എക്സസൈസ് മാത്രമാണ് മസിലിലേക്ക് എത്തുക. ഞാൻ വർക്കൗട്ടിന്റെ സയൻസിനെ പറ്റിയിട്ട് മുമ്പ് ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വീക്ക് ബൈ വീക്ക് അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിയുമ്പോൾ, ഒരു മാസം കഴിയുമ്പോൾ, 3 മാസം കഴിയുമ്പോൾ ശരീരത്തിന് എങ്ങനെ അത് വ്യത്യാസം താരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ സെഷൻ വേണമെങ്കിൽ ഒന്നുകൂടി യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. മസിൽസ് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ പെരുപ്പിച്ച് കാണിക്കാനുള്ള സാധനമല്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഏജിങ് ഹെൽത്തിലി നല്ല രീതിയിൽ ഏജ് ആവുക, ആരോഗ്യത്തോടെ, അതുപോലെ തന്നെ പ്രായമാകുന്നത് ഗ്രേസ്ഫുള്ളി ആവുക എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. സോ എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ? എന്റെ മസിൽസ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ശക്തിയുണ്ട്, നല്ല എൻഡുറൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് പോസ്ചർ ഉണ്ടാവും, ബാലൻസ് എനിക്ക് ബെറ്റർ ആയിരിക്കും, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനർജി വേണ്ടത്ര അളവിൽ എവിടെയൊക്കെ ഉപയോഗിക്കണോ അവിടെയൊക്കെ എനിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും, നല്ല എല്ലുകളുടെയും അതുപോലെ തന്നെ ജോയിന്റിന്റെയും ഹെൽത്ത് ഉണ്ടാവും, സ്ട്രെങ്ത് ഉണ്ടാവും, മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് നല്ല രീതിയിൽ ഉണ്ടാവും. സോ മസിൽസ് ഓൾ ടുഗദർ നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യുക. ആ മസിൽസ് നമുക്ക് വേണ്ടിയിട്ട് ചിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മസിൽസിന്റെ എണ്ണം 17 എണ്ണം മാത്രമാണ് നമ്മുടെ ചിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് എങ്കിലും ടോട്ടലി എല്ലാ ശരീരത്തിലെ എല്ലാ മസിലുകളും, പ്രത്യേകിച്ചും സ്കെലിറ്റൽ മസിൽസ് നമുക്ക് വേണ്ടിയിട്ട് ചിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് വി വിൽ ഏജ് ഹെൽത്തിലി. താങ്ക് യു.